കാലാവസ്ഥ വിശേഷങ്ങൾ വളരെ സമഗ്രമായി പറഞ്ഞു തരാൻ എനിക്കിപ്പം ആതിര സരസ്വതുണ്ട്. ആതിര, ഗുഡ് മോർണിംഗ്. ഇന്ന് യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടുകളും ഒക്കെ ആയിട്ട് മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ്, എങ്ങനെയൊക്കെയാണ് മുൻകരുതലുകൾ പാലിക്കേണ്ടത്? ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. ഇന്ന് ചിങ്ങം ഒന്നാണ്. ചിങ്ങം ഒന്നായിട്ട് പോലും മഴയ്ക്കൊരു ശമനം ഇല്ലെന്നുള്ളതാണ്. പണ്ടൊക്കെ ചിങ്ങം ഒന്നെന്ന് പറയുമ്പോഴൊക്കെ ഒരു തെളിഞ്ഞ ഒരു ആകാശമൊക്കെ ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല എന്നുള്ളതാണ്. മഴ വീണ്ടും ശക്തമാവുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നാം അല്ലേ? തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ് ചക്രവാത ചുഴിയായി നാളെ ഗുജറാത്തിന് മുകളിൽ എത്തിച്ചേരാനാണ് സാധ്യത. വടക്കു പടിഞ്ഞാറൻ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഈ രണ്ട് ന്യൂനമർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നത്. നമുക്കിന്ന് വേഗം ഒന്ന് മാപ്പ് പരിശോധിച്ച് വരാം. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഇടുക്കി, എറണാകുളം മുതൽ വയനാട് വരെ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് മാപ്പ് പരിശോധിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും പറയുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സേതു, ഇങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ വിശേഷങ്ങൾ. എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കുക. ശരി ആതിര, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥയും കാര്യങ്ങളുമൊക്കെ.